നമസ്കാരം. ബോസ്കോ ക്യാമ്പസ് വിഷൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ജോസഫ് ചാക്കോ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡോൺ ബോസ്കോ കോളേജ്, കൊട്ടിയം. ഈ വീഡിയോ ലെക്ചറിൽ BBA BCom വിദ്യാർത്ഥികളുടെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റിലെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. Let us see the essential elements of a valid contract of guarantee. Number 1, the contract of guarantee must satisfy all the requirements of a valid contract. The contract of guarantee is a special kind of contract. As such, it must have all the essential elements of a valid contract such as agreement, consideration, lawful object, free consent, capacity, etc. അതായത് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഒരു സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം കോൺട്രാക്റ്റ് ആണ്. എന്നിരുന്നാലും ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ടുന്ന എഗ്രിമെൻറ്റ്, കൺസിഡറേഷൻ, ലോഫുൾ ഓബ്ജക്റ്റ്, ഫ്രീ കൺസെൻറ്റ്, കപ്പാസിറ്റി തുടങ്ങിയ എല്ലാ ഘടകങ്ങളും, അത്യാവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളും ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിക്കും ആവശ്യമാണ്. സെക്കൻഡ് എസെൻഷ്യൽ എലമെൻറ്റ്, there must be 3 contracts. There are 3 contracts in a contract of guarantee, namely contract between principal, debtor and creditor, contract between principal, debtor and surety, and contract between creditor and surety. ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ 3 കരാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, കോൺട്രാക്ട് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ, ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. പ്രിൻസിപ്പൽ, ഡെറ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള ഒരു കരാറ്. കടം മേടിക്കുന്ന ആളും കടം കൊടുക്കുന്ന ആളും തമ്മിലുണ്ടാകുന്ന കരാറ്. 2, കോൺട്രാക്ട് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ, ഡെറ്റർ ആൻഡ് ഷുവർട്ടി. പണം കടം മേടിക്കുന്ന ആളും അതിന് ഉറപ്പ് നൽകുന്ന വ്യക്തിയും തമ്മിലുള്ള കരാറ്. 3, കോൺട്രാക്ട് ബിറ്റ്വീൻ ക്രെഡിറ്റർ ആൻഡ് ഷുവർട്ടി. കടം കൊടുത്ത ആളും ഉറപ്പ് നൽകുന്ന വ്യക്തിയും തമ്മിലുള്ള കരാറ്. ഇത്തരത്തിൽ 3 കരാറുകൾ കൂടി ചേരുന്നതാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. Third essential element is the contract of guarantee must be made by parties competent to contract. The creditor and the surety must be competent to enter into a contract, and the principal debtor may not be a person competent to contract, but his incapacity should be in the knowledge of the surety. In such case, the surety is regarded as the principal debtor and is personally liable to pay the debt, although the principal debtor is not liable to pay. അതായത് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ക്രെഡിറ്റർക്കും ഷുവർട്ടിക്കും ഒരു കരാറിൽ ഏർപ്പെടാൻ വേണ്ടുന്ന യോഗ്യത ഉണ്ടായിരിക്കണം. എന്നാൽ ഒരു പ്രിൻസിപ്പൽ ഡെറ്റർക്ക് അത്തരം യോഗ്യത നിർബന്ധമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അയോഗ്യതയെക്കുറിച്ച് ഷുവർട്ടിക്ക് അറിവുണ്ടാകണം, അല്ലെങ്കിൽ ഷുവർട്ടിയെ അറിയിച്ചിരിക്കണം. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഏർപ്പെടുന്ന പ്രിൻസിപ്പൽ ഡെറ്റർക്ക് അയോഗ്യതയുണ്ടെന്ന് വിചാരിക്കുക. അയാളൊരു മൈനറാണെന്ന് വിചാരിക്കുക. അത്തരം സാഹചര്യത്തിൽ ഈ വസ്തുത ഷുവർട്ടിക്ക് അറിയാമെങ്കിൽ ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ പ്രിൻസിപ്പൽ ഡെറ്ററായിട്ട് ഷുവർട്ടിയെ കൺസിഡർ ചെയ്യുകയും ആ ഷുവർട്ടി ആ കടം കൊടുത്തു തീർക്കാൻ ബാധ്യസ്ഥനാവുകയും ചെയ്യും. മൈനറായ പ്രിൻസിപ്പൽ ഡെറ്ററിന് കടം കൊടുക്കേണ്ട ബാധ്യതയില്ല എങ്കിൽ പോലും ഇവിടെ ഷുവർട്ടിയെ പ്രിൻസിപ്പൽ ഡെറ്ററായിട്ട് കൺസിഡർ ചെയ്ത് അയാൾ ആ കടം കൊടുത്തു തീർക്കേണ്ടതായിട്ട് വരുന്നു. Fourth essential element, identity of minds. The contract of guarantee requires the identity of minds of all the 3 parties, that is creditor, principal debtor and the surety, in the subject matter of the contract. ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ആ കരാറിന് ആസ്പദമായ വിഷയത്തെക്കുറിച്ച് 3 പേർക്കും, ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെറ്റർ, ഷുവർട്ടി, ഈ 3 പേർക്കും ഒരേ തരത്തിലുള്ള മനസ്സായിരിക്കണം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ കരാറിനാസ്പദമായ വിഷയം ഒരേ രീതിയിൽ, ഒരേ തരത്തിൽ, ഒരേ മനസ്സോടെ മൂവരും അംഗീകരിക്കുമ്പോഴാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി വാലിഡ് ആവുന്നത്. Fifth essential element, there must be someone primarily liable. It is an essential element of a valid contract of guarantee that there must be someone primarily liable other than the surety. ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഷുവർട്ടിയെ കൂടാതെ പ്രാഥമികമായി ബാധ്യത ഉണ്ടായിരിക്കുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കണം. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ അത് പ്രിൻസിപ്പൽ ഡെറ്ററാണ്. പ്രിൻസിപ്പൽ ഡെറ്ററിനാണ്
ആദ്യത്തെ ബാധ്യത. ഷുവർട്ടിയുടെ ബാധ്യത രണ്ടാമത് മാത്രമാണ് ഉണ്ടാകുന്നത്. പ്രിൻസിപ്പൽ ഡെറ്റർ കടമെടുത്ത തുക തിരിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ മാത്രമാണ് ഒരു ഷുവർട്ടിക്ക് ബാധ്യത കൈവരുന്നത്. Sixth essential element, the contract of guarantee must be supported by consideration. Like all other contracts, the contract of guarantee must be supported by a lawful consideration. It is not necessary that the surety must get some consideration directly from the creditor. Rather, the benefit enjoyed by the principal debtor is considered a sufficient consideration to support the promise of the surety. ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ മറ്റ് കോൺട്രാക്റ്റുകൾ എന്ന പോലെ തന്നെ ഒരു ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ എന്ന് പറയുന്നത് സംതിങ് ഇൻ റിട്ടേൺ. നമ്മളൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ രണ്ട് കക്ഷികൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റുകൾ ഉണ്ടാകണം. ഇപ്പം ഞാനൊരു വ്യക്തിക്ക് എൻ്റെ കാറ് വിൽക്കുമ്പോൾ, ഞാൻ കാർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എനിക്ക് തിരിച്ച് പൈസ ലഭിക്കുന്നു. അതാണ് അതിൻ്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിലും കൺസിഡറേഷൻ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഷുവർട്ടിക്ക് ക്രെഡിറ്ററിൽ നിന്ന് നേരിട്ട് അത്തരത്തിലുള്ളൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പകരം പ്രിൻസിപ്പൽ ഡെറ്റർക്ക് ഈ കരാറ് മൂലം ഉണ്ടാകുന്ന ബെനിഫിറ്റിനെ ഷുവർട്ടിയുടെ കൺസിഡറേഷനായി പരിഗണിച്ചുകൊണ്ട് ഈ കോൺട്രാക്റ്റ് വാലിഡ് ആവുകയാണ് ചെയ്യുന്നത്. Seventh essential element, the promise to pay must be conditional. There must be conditional promise for the surety to be liable on the default of the principal debtor. That is, the liability of the surety should arise only when the principal debtor makes a default. ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഷുവർട്ടിയുടെ, അതായത് ഉറപ്പ് നൽകുന്ന വ്യക്തിക്ക് ബാധ്യത കൈവരുന്നത് പ്രിൻസിപ്പൽ ഡെറ്റർ അഥവാ കടം മേടിച്ച ആൾ ആ തുക തിരിച്ചടയ്ക്കാതിരിക്കുമ്പോൾ മാത്രമാണ്. പ്രിൻസിപ്പൽ ഡെറ്റർ എടുത്ത തുക തിരികെ നൽകാതിരിക്കുമ്പോൾ മാത്രമാണ് ഒരു ഷുവർട്ടിക്ക് ബാധ്യത കൈവരുന്നത്. Eighth essential element, there must be no concealment of facts. It is a duty of the creditor that he must disclose to the surety all those facts likely to affect the degree of his responsibility. അതായത് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഒരു ക്രെഡിറ്റർ വസ്തുതകളൊന്നും അല്ലെങ്കിൽ വിവരങ്ങളൊന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. ഒരു ക്രെഡിറ്ററുടെ ഉത്തരവാദിത്തമാണ് പ്രിൻസിപ്പൽ ഡെറ്ററെക്കുറിച്ചും അദ്ദേഹം കടമെടുക്കുന്ന തുകയെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചുമൊക്കെ ഒരു ഷുവർട്ടിയെ അറിയിക്കുക എന്നുള്ളത്. ഷുവർട്ടിക്ക് താൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്ന തരത്തിൽ വിവരങ്ങൾ ക്രെഡിറ്റർ ഷുവർട്ടിയെ അറിയിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഒരു വസ്തുതകളും ഷുവർട്ടിയിൽ നിന്ന് ക്രെഡിറ്റർ മറച്ചു വയ്ക്കാൻ പാടില്ല. Ninth essential element, the contract of guarantee may be either express or implied. The contract of guarantee may be either express or implied by the circumstances of the case. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആകാം, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആകാം. ലെറ്റ്സ് സീ വാട്ട് ഈസ് ആൻ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. Express contract is one which is made by words spoken or written. An implied contract is one which is made by the conduct or act or behavior of the parties. ഈ വീഡിയോ ലെക്ചറിൽ ഞാൻ ഡിസ്കസ് ചെയ്ത എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കും വിവരങ്ങൾക്കുമായി ഞങ്ങളുടെ കോളേജിൻ്റെ യൂട്യൂബ് ചാനലായ ബോസ്കോ ക്യാമ്പസ് വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്.